നമസ്കാരം. അവസാനം പാർട്ടി ഒന്നായി തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ പാർട്ടി നേതാക്കളെല്ലാം ഒന്നോടെ പറയുന്നു, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന പരാജയ കാരണം പാർട്ടിയുടെ ഉന്നത നേതാക്കളാണ് എന്ന്. ഉന്നത നേതാക്കൾ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ തന്നെയാണ് എല്ലാവരും ചൂണ്ടുവിരല് ഊന്നുന്നത്. പക്ഷെ എനിക്ക് മറ്റൊന്നും കൂടി ചോദിക്കാനുണ്ട്. ഇതിന് തൊട്ടു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടു, കെ രാധാകൃഷ്ണൻ എന്ന ഒരു മന്ത്രിയെക്കുറിച്ച്. അത് LDFന്റെ ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രിയാണ്. LDFന്റെ ഇടതുപക്ഷത്തുള്ള ഒരു മന്ത്രിയായിട്ടും ജനകീയനായിട്ടും, അതായത് പിന്നോക്ക വിഭാഗത്തിനും അതുപോലെ ദേവസ്വത്തിനും ഒരുപോലെ കൈകാര്യം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ അവഗണനയും വലിയ വകുപ്പുകളൊന്നും കൊടുക്കാതെ വളരെ കഴിവുള്ള ഒരു മന്ത്രിയായിട്ട് കൂടി അത്തരത്തിലുള്ള വകുപ്പുകളൊന്നും കൊടുക്കാതെ ഇയാള് പിന്നോക്കക്കാരനായിട്ട് കിടന്നാൽ മതി എന്ന് തീരുമാനിച്ചുറച്ചതുപോലെ പിന്നാക്ക മന്ത്രി, പിന്നാക്ക മോശം എന്നല്ല ഞാൻ പറയുന്നത്, ഒരു പിന്നാക്കക്കാരൻ ഒരു പിന്നാക്ക വകുപ്പ് കൈകാര്യം ചെയ്യണമെങ്കിൽ ഒന്നും കൂടി മനസ്സിലാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വീകാര്യത ലഭിക്കുന്നത്. ബാക്കി എല്ലാവരും തോറ്റ് തുന്നം പാടിയപ്പോഴും അദ്ദേഹത്തിന്റെ ആ മനസ്സ് ജനം അറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ജനത്തിന് പ്രിയപ്പെട്ടവനായതും അതുകൊണ്ട് തന്നെ അദ്ദേഹം മാത്രം ജയിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ വിജയത്തിലും എന്തുകൊണ്ടാണ് CPM-ന് സന്തോഷം തോന്നാത്തത്? ഇപ്പൊ എന്റെ കഴിഞ്ഞ വീഡിയോ നോക്കിയാൽ അറിയാം. CPM-നെ വിമർശിക്കുമ്പോൾ അധികമായി ആ വീഡിയോ കാണുന്നു. എന്നാൽ അതിൽ കൊള്ളാവുന്നവരെ നന്നാക്കി പറയേണ്ട ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട്. കാരണം അത് എല്ലാവരും അടച്ചാക്ഷേപിക്കല്ലോ. മോശത്തെ മോശമെന്നും നല്ലതിന് നല്ലതെന്നും പറയുമ്പോഴാണ് ഒരു യഥാർത്ഥ പത്രപ്രവർത്തനം നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു പത്രപ്രവർത്തനോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. ഡിഫറന്റ് ആംഗിൾസ് എന്ന ചാനലിലൂടെ എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിടുന്നു. എന്റെ അഭിപ്രായങ്ങൾ അതൊരു പക്ഷെ മറ്റുള്ളവർക്ക് പൂർണ്ണമായി ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ യോജിക്കണോ എന്നൊന്നുമില്ല. എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു. യോജിക്കുന്നവരുണ്ട്, യോജിക്കാത്തവരുണ്ട്, അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ആ അർത്ഥത്തിൽ തന്നെയാണ് LDFന്റെ ഒരു പ്രതിനിധിയായി 3 വർഷം നല്ല മന്ത്രിയായി ജനങ്ങൾക്ക് സ്വീകാര്യനായ ഒരു വ്യക്തിയെ പാർലമെന്റിലേക്ക് പറഞ്ഞു വിട്ടപ്പോ അതൊരു മോശം പരിപാടി ആയിപ്പോയെന്നും സത്യത്തിൽ 2 വർഷം കൂടെ അദ്ദേഹത്തെ ഇവിടെ മന്ത്രിസ്ഥാനത്ത് തന്നെ തുടർന്നുകൊണ്ട് അദ്ദേഹത്തെ അതിലേക്കായിരുന്നു വിനിയോഗിക്കേണ്ടിരുന്നത് എന്നും ജനങ്ങളുടെ ക്ഷേമത്തിനും അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഉപയോഗിക്കേണ്ടതെന്നും ഞാൻ പറഞ്ഞു. കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്. ആ അർത്ഥത്തിൽ അങ്ങനെ വേണമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ട് എന്റെ അഭിപ്രായം പറഞ്ഞിട്ടിട്ട് സത്യത്തിൽ എത്ര പേരാണത് കണ്ടത് എന്ന് ആലോചിച്ച് നോക്കൂ. കെ രാധാകൃഷ്ണൻ എന്ന ആ ഒരു മന്ത്രി, ഇപ്പോ MP, അദ്ദേഹം ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് പോകുമ്പോൾ സത്യത്തിൽ LDFന് ഒരു അഭിമാനമാണത്. കാരണം ആകെ കിട്ടിയ സീറ്റ് അതാണ്. 20 ഭയങ്കര മത്സരം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ മറിക്കാൻ പോകുന്നു എന്നൊക്കെ മത്സരിച്ച് പണം ചെലവഴിച്ച് മത്സരിച്ച് വലിയ വാഗ്വാദങ്ങളൊക്കെ നടത്തി വലിയ വീരവാദമൊക്കെ അടിച്ചിട്ട് ഒരു പാവപ്പെട്ടവൻ അയാളാണ് ജയിച്ചത്. ആ ആളെക്കുറിച്ച് അയാളുടെ കാര്യങ്ങളെക്കുറിച്ച് 2 നന്മ വാക്ക് പറഞ്ഞപ്പോൾ ആ നന്മ വാക്ക് പോലും കാണാൻ ഇവിടുത്തെ സഖാക്കൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ റീച്ച് കാണുമ്പോൾ അറിയാം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. യഥാർത്ഥത്തിൽ എന്താണ് ഇവരുടെ ജനാധിപത്യം, എന്താണ് ഇവരുടെ ജനക്ഷേമം എന്ന് ചിന്തിച്ചു പോവുകയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ എന്തായാലും ഇവിടുത്തെ ലോക തോൽവിയുടെ പ്രധാന കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ ചെന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ്. അവർക്ക് സഹിക്കൂല. അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, ചില രീതികൾ ചിലരെയൊക്കെ പൊക്കിക്കൊണ്ടു പോകേണ്ടതുണ്ട്. അതായത് ഇവിടെ ഒരു സമ്പത്ത് 20-25 വയസ്സിൽ ഏതെങ്കിലും പാർട്ടിയുടെ ചെറിയ നേതാക്കന്മാരായിട്ട് മാറി പ്രവർത്തിക്കുന്നവർ ഒരു 47, 50, 55 അല്ലെങ്കിൽ 60 വയസ്സൊക്കെ ആകുമ്പോൾ മൾട്ടി മില്യണർ ആകുന്നുണ്ടെങ്കിൽ അത് തന്നെയാണല്ലോ അതിന്റെ കാരണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു പക്ഷേ നിൽക്കാത്ത ആൾക്കാരെ ഒരു പക്ഷെ അവർക്ക് കണ്ടുകൂടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവിടെ നീതിപൂർവമായി പ്രവർത്തിക്കുന്ന മന്ത്രിമാരൊക്കെ ഇവിടെ നിങ്ങൾ വേണ്ട, ഇവിടെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഡൽഹിക്ക് പറഞ്ഞു വിടുന്നത്. അതിന്റെയൊക്കെ ഫലമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. LDFന്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നമ്മൾ കണ്ടത്. കാരണം ജനങ്ങൾ പൊട്ടന്മാരല്ല. അവർക്ക് ഈ 2024 ബുദ്ധിയുണ്ട് എന്ന് LDF ഇടതുപക്ഷം ഇനിയെങ്കിലും മനസ്സിലാക്കണം.